അങ്ങനെ ഒടുവിൽ ഷിയാസ് കരീമിന്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ന്യൂസ് ചാനൽ അടക്കം കഴിഞ്ഞ ദിവസത്തെ ചർച്ച വിഷയം ഇതാണല്ലോ. എന്നാലും പറയാം എന്താണ് സംഭവം. ഈ പറയുന്ന ഷിയാസ് കരീം നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെ ഒരു സ്ത്രീയിൽ നിന്നും പല തവണകളായി ഇവൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജിമ്മ് തുടങ്ങാൻ വേണ്ടി, ഇവന്റെ സ്വന്തം കല്യാണത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇവൻ കെട്ടുന്ന പെണ്ണിന് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി, അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഇവൻ ഈ പെണ്ണിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി ജിമ്മ് തുടങ്ങാനാണെന്നും പറഞ്ഞിട്ടാണ് കൂടുതൽ പണം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ പണം വാങ്ങിക്കുക എന്നല്ലാതെ തിരിച്ചു കൊടുക്കുന്ന പരിപാടി ഷിയാസ് കരീമിന് ഇല്ലായിരുന്നു. അങ്ങനെ പല തവണകളായി ഈ പെണ്ണിന്റെ കയ്യിൽ നിന്നും 65 ലക്ഷത്തോളം രൂപ ഷിയാസ് കരീം വാങ്ങിച്ചെടുത്തെന്നാണ് പറയപ്പെടുന്നത്. എത്രയാണ്? 65 ലക്ഷം രൂപ. ചില്ലറ പൈസയാണോ ഇതെല്ലാം? ഇനി എന്തെങ്കിലും വാഗ്ദാനം നൽകിയാണ് ഇത്രയും പണം വാങ്ങിച്ചതെന്നൊന്നും അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. അല്ല, ഇനി തുടങ്ങാൻ പോകുന്ന ജിമ്മിൽ പാർട്ണർഷിപ്പ് തരാമെന്നോ അല്ലെങ്കിൽ ആ ജിമ്മിൽ ഇത്ര ശതമാനം ഷെയർ തരാമെന്നോ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം നൽകാതെ ഒരാൾ ഇത്രയും പണം നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ വക എന്തെങ്കിലും ഒരു വാഗ്ദാനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവണം. എന്തായാലും ഈ പെണ്ണ് ഷിയാസിന് കൊടുത്ത പണം എല്ലാം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് നൈസായിട്ട് ഷിയാസ് കരീം പ്ലേറ്റ് മാറ്റാൻ തുടങ്ങി. അതുവരെ നല്ലതുപോലെ സംസാരിച്ചിരുന്ന ഷിയാസ് കരീം പെട്ടെന്ന് ഭാവം മാറി. നിന്റെ നഗ്ന ചിത്രങ്ങൾ ഞാൻ പുറത്തു വിടും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ഷിയാസ് കരീം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതോടെയാണ് ഈ പെണ്ണ് പോലീസിൽ പരാതി നൽകുന്നത്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ഒന്ന് കണ്ടുനോക്കാം. എന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആദ്യം അതൊന്ന് കണ്ടുനോക്കാം. ജിം സെന്ററിന്റെ നവീകരണത്തിന് ഓഡിറ്റോറിയം എടുത്തതിന്റെ വാടകയ്ക്കായി 10 ലക്ഷം രൂപ മഹർ സ്വർണം വാങ്ങാനായി എന്നിങ്ങനെ പല ആവശ്യങ്ങൾ പറഞ്ഞ് പണം ചോദിക്കുന്നു. അതും അക്കൗണ്ടിൽ വേണ്ട, പണമായി കയ്യിൽ മതി. പ്രണയം നടിച്ച് വിശ്വാസമാർജിച്ച ശേഷം വഞ്ചിച്ചു എന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഓഡിയോ ചാറ്റുകളും പണം കൈമാറിയതിന്റെ ബാങ്ക് വിവരങ്ങളും ഉൾപ്പെടെയാണ് വിദേശ വ്യവസായിയായ യുവതി പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. 64 ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ നഗ്നചിത്രം പുറത്തുവിടും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു പ്രധാന പരാതി. ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് ഷിയാസ് കരീമിനെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സാമ്പത്തിക വഞ്ചന, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ്. മെയിനായിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ, സാമ്പത്തിക വഞ്ചന, ഈ ഒരു വകുപ്പിലാണ് കേസെടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന പോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ആ വകുപ്പിലൊന്നല്ല കേസെടുത്തിട്ടുള്ളത്. മെയിനായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത് സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്. അതും ഹ്യൂജ് ആയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ്. സംഭവം ഇത് ഈ പെണ്ണ് ഇന്നേലും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ സ്ത്രീ ഷിയാസ് കരീമിനെതിരെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി പലരും അതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഈ പെണ്ണിന്റെ അക്കൗണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീ ഷിയാസിനെതിരെ ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നു എന്നല്ലാതെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒരു വീഡിയോ മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ആക്ച്വലി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ ഇടയ്ക്കിടെ ഈ പെണ്ണിന്റെ അക്കൗണ്ട് പോയി ചെക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുന്നതിന്റെ അടുക്കാണ് പെട്ടെന്ന് ഒരു ദിവസം ഷിയാസിനെതിരെ ഈ പെണ്ണ് പരാതി കൊടുത്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അങ്ങനെ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ കയറി നോക്കുമ്പോണ്ട് ഈ പെണ്ണിന്റെ അക്കൗണ്ട് ഡീആക്റ്റീവ് ആയി കിടക്കുന്നു. ആളുടെ അക്കൗണ്ട് ഫേസ്ബുക്കിൽ കാണാനില്ല എന്നുള്ളതാണ്. എന്നാലും ആളുടെ 1-2 സംഭവങ്ങൾ ഞാൻ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അന്ന് ഞാൻ വായിച്ചു തരാം. പ്രതികരിക്കില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. എനിക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ ഇവന് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അറ്റത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങേ അറ്റത്ത് എത്താതെ ഞാൻ പിറകോട്ടില്ല. ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഇവനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ പറയും. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു, ഫയലാക്കി വെക്കണം. ഇതും പറഞ്ഞ് കുറച്ച് ട്രാൻസാക്ഷന്റെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 3 പേർക്കാണ് പ്രധാനമായ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. ടു ഷിയാസ് കരീം, ടു ഷീബ കരീം, പിന്നെ ടു ഹാജറ സിയം. ഇങ്ങനെ പല സംഭവങ്ങളും ഈ പെണ്ണ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ആൾ അക്കൗണ്ട് ഫേസ്ബുക്കിൽ കാണാനില്ല. ചിലപ്പോൾ ആളുകൾ തന്റെ അക്കൗണ്ട് തപ്പി വന്ന് തന്റെ ഫേസും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടാലെന്നുള്ള പേടി കൊണ്ടായിരിക്കണം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആക്കിയത്. എന്തായാലും നല്ലൊരു തീരുമാനമാണത് അല്ലേ. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഈ പെണ്ണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഷെയർ ചെയ്തത്. ആ സംഭവം നടന്നല്ലോ. ഇനിയിപ്പോ അവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. എനിവേ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേസ് വന്നതിന് പിന്നാലെ ഇന്നലെ ഷിയാസ് കരീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുട്ടൻ കോമഡിയാണ്. മുതലാന്ന് കണ്ടു നോക്കാം. ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ. എനിക്ക് എഫ്ഐആർ പറയില്ല കേട്ടോ. ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്ന് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജി എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെയായിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ വരുന്ന കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു.
അങ്ങനൊക്കെ ഉണ്ടായോ? എന്നാൽ ഞാൻ അറിഞ്ഞിടത്തോളം അവര് നിന്നെ പീഡിപ്പിച്ചെന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ഷിയാസ് പരാതി കൊടുത്തത്. മെയിനായിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തി. പണം തിരിച്ചു ചോദിച്ചപ്പോൾ നഗ്ന ചിത്രങ്ങൾ പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത്ര അവര് പറയുന്നു, അല്ലാതെ പീഡിപ്പിച്ചെന്നൊന്നും അവര് പറയുന്നില്ല. ഞാൻ പുറത്തു വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ട് സംസാരിക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പൊ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണ്, ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. എന്നാ പിന്നെ ഈ കേസിനും കൂടെ ഒരു ഫൈറ്റ് ആയിക്കോട്ടെ. ഇതൊരു ചെറിയ ഫൈറ്റ് ആയിരിക്കില്ല ഷിയാസെ, വളരെ വലിയൊരു ഫൈറ്റ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ചെറിയ പെണ്ണൊന്നുമല്ല, 60 വയസ്സുള്ള ഒരു കിളവിയാണ് എന്റെ ഉമ്മാന്റെ പ്രായമുണ്ട് ആ സ്ത്രീക്ക് നോക്കി. പച്ച കള്ളമാണ് കേട്ടോ. ഈ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ കണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പെണ്ണിന്റെ ഫേസ്ബുക്ക് ഞാൻ ഇടയ്ക്കിടെ എടുത്ത് നോക്കാറുണ്ടെന്നുള്ളത്. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി എടുത്തോളും, കൂടി പോയ ഈ പെണ്ണിന് ഒരു 40-45 വയസ്സ് കാണും. അതിനപ്പുറത്തേക്ക് പ്രായം പോവില്ല. പിന്നെ ഫോട്ടോ പുറത്ത് വിടാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ പുറത്ത് വിടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഷിയാസെ, ആ പെണ്ണിന് 45 വയസ്സിന് മുകളിൽ പ്രായം വരില്ല. നമ്മൾ ഫോട്ടോ കണ്ടതാണ് ഷിയാസെ. നീ വല്ലാണ്ട് ആ പെണ്ണിനെ ഉമ്മച്ചാക്കി മാറ്റല്ലേ. എന്തായാലും ഇത്രയും ആയതോടെ ഈ പെണ്ണ് എന്താക്കിന്ന് അറിയോ, വെറുതെ ഇരുന്നില്ല. ഇവള് ഷിയാസ് കരീമുമായി നടത്തിയ വോയിസ് ചാറ്റ് മൊത്തം അങ്ങ് പുറത്തു വിട്ട്. അതെങ്ങനെയാണ് പുറത്തു വിട്ടത്? കർമ്മ ന്യൂസ് ചാനൽ വഴി. ഏകദേശം 18 മിനിറ്റോളം വരുന്ന ഒരു വോയിസ് ക്ലിപ്പാണത്. നമുക്ക് അതിലെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേട്ടോക്കാം. നിനക്ക് തോന്നണം നീ ആരില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ലേ, മോന്തക്കിട്ട് അടിക്കട്ടോ. കേട്ടല്ലോ, ഈ പെണ്ണിനോട് ഷിയാസ് കരീം പറഞ്ഞ വർത്താനാണ്. നിനക്ക് വെറുതെ തോന്നുകയാണ് നിനക്ക് ആരില്ലാന്ന്, ചുമ്മാ കിടന്ന് കൊഞ്ചല്ലേ, മോന്തക്കിട്ട് അടിക്കുന്നൊക്കെ. ഒരു 60 വയസ്സുള്ള സ്ത്രീയോട് സംസാരിക്കുന്ന സംസാരമാണ് ഇതൊക്കെ ഷിയാസെ. മോശമാണ് കേട്ടോ. ഉമ്മാന്റെ പ്രായമില്ല ആ സ്ത്രീക്ക്. അല്ല, ഇതിനൊക്കെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് മറുപടി പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 60 വയസ്സുള്ള സ്ത്രീയോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കും? ഇവനെ വർത്താനത്തിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ ആ പെണ്ണിന് 60 വയസ്സ് പ്രായമില്ലാന്ന്. കൊഞ്ചല്ലേ എന്നൊക്കെ ആരെങ്കിലും ഉമ്മാന്റെ പ്രായമുള്ള പെണ്ണിനോട് പറയും? നിങ്ങൾ തന്നെ പറ. അവിടെ തന്നെ കള്ളം പൊടിഞ്ഞല്ലോ ഷിയാസെ. എന്തായാലും നീ ബാക്കി പറ. നോമ്പോടത്തണ്ടേ, എന്നോട് വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി ചിലപ്പോ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടോ. മറ്റേത് കിട്ടാൻ അയക്കട്ടെ എനിക്ക്. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്നും കയ്യില്. ഓക്കെ, നോമ്പിന് മുമ്പ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം, പെട്ടെന്ന് പണം അയക്കി നോക്കിയാണ് ഷിയാസ് കരീം പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ അവസാനം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിൽ വേണ്ട, കയ്യിൽ മതി നോക്കി. ഇങ്ങനെ ഇതേപോലെ പല തവണകളായി ഷിയാസ് കരീം ഈ പെണ്ണിനോട് പണം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിൽ വേണ്ട, കയ്യിൽ മതി എന്ന് പറഞ്ഞതിന് അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മേ ബി ടാക്സ് വെട്ടിക്കാനൊക്കെ ആയിരിക്കണം. ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ഒക്കെ അക്കൗണ്ട് ത്രൂ നടത്തുന്ന സമയത്ത് ചോദ്യം വരില്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാകണം കയ്യിൽ മതി എന്ന് പറഞ്ഞത്. എന്തായാലും ബാക്കി കേട്ടോക്കാം. ബാംഗ്ലൂര് ഞാൻ ആ പെട്ടുകടി, എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാർത്ത് പറയാൻ പറ്റും എൻ്റെ പൈസ ഇല്ല. അവരുമ്പോ 30,000 രൂപയ്ക്ക് പണി തീർക്കാന്ന് കൊണ്ട് തുടങ്ങിയതാ. ഇപ്പൊ 1 ലക്ഷം രൂപത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ടോ. പോയി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ, ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പോലെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. നിനക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാം. ഇപ്പൊ നിലവില് ശരി, പറഞ്ഞു കേട്ടില്ലേ? കൊഞ്ചല്ലടി കൊഞ്ചല്ല പെണ്ണ്, നിനക്ക് ഞാനും എന്റെ കുടുംബവും അല്ലാതെ വേറെ ആരാണുള്ളത്? മരിക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ ആണല്ലേ ഷിയാസ് കരീമേ. പക്ഷെ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. തിരിച്ച് പൈസ ഒന്നും ഇല്ല. ഇങ്ങനെ ആയപ്പോഴാണ് ഈ പെണ്ണ് പരാജയമായിട്ട് പോലീസിൽ ചെന്നത്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ആളുകളുടെ കയ്യിൽ നിന്ന് നല്ലോണം സോപ്പിട്ട് പണം വാങ്ങിക്കാൻ ഷിയാസ് കരീം മിടുക്കനാണ്. ഇവിടെ തന്നെ ഈ പെണ്ണിന് സോപ്പ് ഇടുന്നത് നിങ്ങൾ കണ്ടില്ലേ? ജാതി സോപ്പ് ഇടലാണല്ലേ. ഇവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സോപ്പ് ഇടാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ബാക്കി കേട്ടോക്കാം. നിർത്തടി ചലക്കാതെ. അതെ അതെ അതെ, ഞങ്ങൾ സെയിം പൈസ കേട്ടാ. അതെ, വേറെന്താ പരിപാടി? ഇക്കൊന്നും പുറത്ത് ചാലിന് മുമ്പ് വിളിച്ച് വിളിക്കുന്നതാ. ഓക്കെ, ഷിയൊന്നുമില്ല, ഷിയോ. കൊഞ്ചലൊരു പെണ്ണെ കൊഞ്ചല് എന്ന് പറഞ്ഞിട്ട് അവന്റെ വക ഒരു കൊഞ്ചല്. ഇപ്പം പറഞ്ഞേ കേട്ടില്ലേ? പുറത്ത് വെച്ച ആൾക്കാരുടെ മുന്നിൽ നിന്ന് എന്നെ കാന്നൊന്നും വിളിക്കരുത്, എന്നെ ഷിയൂന്ന് വിളിച്ചാൽ മതി. എന്താ വിളിക്കേണ്ടത്? ഷിയൂന്ന് വിളിച്ചാൽ മതി. സ്നേഹമുള്ള ആളുകളൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്, ഷിയു പോലും. എന്താന്ന് അവന്റെ ഒലിപ്പിക്കലല്ലേ? ഇങ്ങനെ ഒലിപ്പിക്കണല്ലോ, കാരണം പൈസ അല്ല വാങ്ങിച്ചെടുക്കാനുള്ളത്. അപ്പൊ നല്ലോണം ഒലിപ്പിക്കേണ്ടി വരും. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്റെ നല്ലതിലും ചീത്ത സമയത്ത് നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, നല്ലതായിട്ടും. അത് അതിനുള്ള എന്ത് നടന്നാലും നമുക്ക് ബോണസ്.
അത്ര എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എന്റെ മരണം വരെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കാണെങ്കിൽ നീ എന്റെ സന്തോഷത്തിനുണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി. ഉഫ്, എന്താണ് അവന്റെ ആ ഡയലോഗ്? നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പിടി മണ്ണിടാൻ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പിടി മണ്ണിടാൻ നീ ഉണ്ടാവണം നോക്കി. എന്നിട്ട് ഇപ്പൊ എന്തായി? മരിക്കാനൊന്നും കാത്തുന്നില്ല, അപ്പത്തിനേക്ക് ആളം കൊണ്ട് മുങ്ങി. വാഗ്ദാനം നൽകി മുങ്ങാൻ ഇവനൊരു മുടുക്കനാണെന്ന് തോന്നുന്നു. അല്ല, മുമ്പും ഇവനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് പലരും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നുമല്ല. പലരിടത്തും ഇവനിങ്ങനെ വാഗ്ദാനം നൽകി പണം തട്ടിയിട്ടുണ്ട്. കൂടുതലും സ്ത്രീകളാണെന്നുള്ളതാണ് അതിൽപ്പെട്ട അവസാനത്തെ ഇരയാണിതെന്ന് മാത്രം. മുമ്പും ഇതേപോലെ 2 കൊല്ലം മുമ്പേ കൊച്ചിയിൽ ഒരു പെണ്ണ് ഇവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അന്നും ഇതേപോലെ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടാണ് ഇവൻ പണം തട്ടിയത്. അത് വീണ്ടും ഇവരെ അവിടെ ആവർത്തിക്കുന്നു. അത്രയേ ഉള്ളൂ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അതൊക്കെ ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം അനീറ്റ നമ്മുടെ അപ്പുന്റെ ഗേൾഫ്രണ്ട് അവളെന്ന് പറഞ്ഞു നജ്മാനെ സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്കാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊന്നും ആലോചിച്ചു. അവൾ നജ്മാക്ക് വല്ല ബോയ് ഫ്രണ്ടിലുണ്ടാവും, ഇടയ്ക്ക് എന്നെ ലവിന്റെ സ്റ്റാറ്റസ് ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പ്രാന്താന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കും മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ചെയ്യുന്ന അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിന്റെ വില പോകും. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലും തരുന്നുണ്ട്, കുടിച്ചോ. അവസാനം പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ? ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ് ആശാൻ പറയുന്നത്. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ വായിൽ ഞാൻ തരുന്നുണ്ട്, കുടിച്ചോന്നൊക്കെ. നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ ആശാൻ ഒരു കമ്പി വർത്താനം. നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ട ചെയ്യാത്തെ. ഇങ്ങനെ എപ്പോഴും ഒരാളോട് സാമ്പത്തിക വർത്താനം മാത്രം പറഞ്ഞാൽ ബോറടിക്കൂല. അപ്പൊ ഇടയിൽ കൂടെ ഒരു കമ്പി വർത്താനൊക്കെ ആവാം അല്ലെ സിയാസെ? എന്തായാലും പണം തട്ടാൻ വേണ്ടി സുഖിപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ കമ്പി വർത്താനം തിരികെ കയറ്റിയ സിയാസിന്റെ ആ മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. വല്ലാത്തൊരു പഹ്യം തന്നെ കേട്ടോ. ഇനി ബാക്കി പറന്തായാലും ആയിക്കോട്ടെ. നീ സ്റ്റാറ്റസ് നിന്റെ സാമാനം അടിച്ചാൽ പൊളിക്കും. നീ ഇമാതിരി സ്റ്റാറ്റസ് ഒന്നും ഇടണ്ട, നിന്റെ സാമാനം അടിച്ച് പൊളിക്കും എന്നുള്ളത്. എമ്മാതിരി സ്റ്റാറ്റസ് ഷിയാസ് കരീമുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ് ഒന്നും ഇടണ്ടെന്നൊക്കെ. എന്തായാലും ഇടയിൽ കൂടെ നല്ലപോലെ കമ്പി വർത്താനം പറയുന്നുണ്ട് അല്ലേ? അപ്പുറത്ത് നിൽക്കുന്ന ആളും പറയുന്നുണ്ടാകും. അതെന്താണെന്നുള്ളത് പുറത്ത് വിട്ടിട്ടില്ല. അത് പിന്നെ പുറത്ത് വിടില്ലല്ലോ. ഇവിടെ ഇത്രയും നേരം നമ്മൾ ഷിയാസിന്റെ റെസ്പോൺസ് മാത്രമാണ് കേട്ടത്. അപ്പുറത്തുള്ള പെണ്ണ് എന്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഷിയാസ് പറയുന്നതിനനുസരിച്ചും ആ പെണ്ണ് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വർത്താനം ഈ രീതിയിൽ ഇങ്ങനെ നീണ്ടു പോവില്ലല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനത്തിൽ സഹകരിച്ചിട്ടുണ്ടാവണം. അത് ഷിയാസിന്റെ വർത്താനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എത്രയൊക്കെ സഹകരിച്ചു എന്ന് പറഞ്ഞാലും ഇത്രയും വലിയ പണം തട്ടി എന്ന് പറഞ്ഞാൽ പോയില്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും ഷിയാസ് നിന്നെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ. നീ ബാക്കി പറഞ്ഞാലും അത് കുറച്ച് കടകൊന്നുണ്ടോ. അനുമോൾക്ക് ഒരു 1,40,000 ബെസ്റ്റ്. അപ്പൊ അനുമോളെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? വെറുതെ അല്ല അനുമോള് ബിഗ് ബോസ് വിന്നർ ആയ സമയത്ത് ഇവൻ അനുമോളുടെ പിന്നാലെ തന്നെ കൂടിയത്. അനുമോൾ എന്റെ പെങ്ങളാണ്, ആനാണ്, ചക്കാണെന്നും പറഞ്ഞ് ഇവന് വെറും അനുമോളുടെ പിന്നാലെ തന്നെ ആയിരുന്നല്ലോ. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് ഇപ്പോഴല്ല മനസ്സിലായത്. സംഭവം അനുമോൾ ഇവനെ നല്ലോണം സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അനുമോള് പെങ്ങളാവും, കൂടെപ്പിറപ്പാവും, സ്വാഭാവികം. അനുമോളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ക്യാഷൊക്കെ ഇവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവോ എന്തോ. എന്തായാലും അനുമോളായിട്ട് അതിനെ കുറിച്ച് പുറത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എനിക്ക് ആ ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കുന്ന ഒഴിവാണെന്നുണ്ടാവുന്നു. അയാൾ എന്നെ വിളിച്ച് പ്രാന്ത് പിടിപ്പിക്കുന്നത്. അത് ഞാൻ കൊടുത്തില്ല. ഈ പരിപാടി എടുത്തോണ്ടേ ചോറും ബീഫൊക്കെ അടിച്ചല്ലേ. ഇന്നലെ പരിപാടി ഇതിന് കാശ് കൊടുക്കണം, ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഓട്ടത്തിലായിരുന്നു. പൈസ തെറ്റായില്ല. ആ വയറിങ്ങാരുടെ മറ്റേ ലൈറ്റ് സൗണ്ട് ഇല്ലേ, അതിന്റെ പൈസ കൊടുത്തു. 28,000 രൂപ അത് കൊടുത്തു. ഞാൻ 20 ഇട്ട് കൊടുത്തു. ബാക്കി പൈസ ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കണം. അല്ല എങ്ങനെയാ 25 എനിക്ക് ഒന്നും ആവില്ലട്ടാ. ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ഈ വിരുന്ന് തീറ്റ തന്നെ തീറ്റിച്ചതിന് കൊല്ല. ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വർക്കൗട്ടൊക്കെ. പിന്നെ എന്തായി കാര്യങ്ങള് നാളെ ഇടുവോ? ഓക്കെ, ഇത് ഷിയാസ് കരീമിന്റെ കല്യാണത്തിന്റെ സമയത്ത് നടന്ന ചാറ്റാണ്. ഓഡിറ്റോറിയത്തിന് ആൾക്ക് പൈസ കൊടുക്കാനുള്ള കാര്യവും അതുപോലെ തന്നെ വയറിങ്ങിന് ആൾക്ക് പൈസ കൊടുക്കാനുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? അതിനുള്ള പൈസയും ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഏതിനും ഷിയാസ് കരീം ഇവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നു എന്നർത്ഥം. ഇവളുടെ പണം വെച്ചാണ് ഇവൻ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. എന്തിനു പറയുന്നു? കെട്ടാൻ മോണ പെണ്ണിന് ഐഫോൺ പോലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവൻ കടം വാങ്ങിച്ചിട്ടാണ്. അതിനെ കുറിച്ച് ഇവൻ പറയണമെന്ന് കേട്ടു നോക്കി. 16 ഞാൻ പോവും. മാറി എടുത്തിട്ടില്ല. എന്ത് ചെയ്യുന്ന അവൾക്കൊരു ഐഫോൺ വാങ്ങിച്ചോണ്ടാണോ സമ്മാനയുടെ ഗിഫ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചത്. ഞാനിപ്പോ ഇവിടെ കടമൊക്കെ വാങ്ങിക്കേണ്ടി എന്നുള്ള ഒരു വിഷമം. തല പിടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ആൾക്കാരെ മുമ്പില് വീണ്ടും 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 തല പിടിച്ചിരിക്കാവും.
എന്താ ഷിയാസ്കരിമേ, കെട്ടാൻ പോണ പെണ്ണിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോലുള്ള ആവത് നിനക്കില്ലേ? പിന്നെ നിനക്ക് എന്ത് കണ്ടിട്ടാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് മുന്നിൽ മറ്റുള്ളവരോട് ഇരുന്നിട്ടാണല്ലോ നീയൊക്കെ ജീവിക്കുന്നത്. എന്നിട്ടാണ് പബ്ലിക്കിന് മുന്നിൽ വന്ന് വലിയ കൊണടിച്ച് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവന്റെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ല, ഒരു സാധനവും ഇല്ല. ഇവൻ ജീവിക്കുന്ന മൊത്തം നാട് നീളെ കടം വാങ്ങിച്ചിട്ടാണ്. അല്ല, അങ്ങനെ കടം വാങ്ങിക്കാനുള്ള സാമർത്ഥ്യം ഇവൻക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് ഇവൻ 65 ലക്ഷം രൂപ തട്ടിയത്. ഇനി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷത്തോളം രൂപ തട്ടിയിട്ടുണ്ടാവുമെന്നോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവൻ പണം തട്ടാൻ മിടുക്കനാണ്, വിദഗ്ധനാണ്. അത് ഇവന്റെ ഈ ചാറ്റുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവൻ ഇങ്ങനെ തന്നെ പറ്റുള്ളവർ പലരിൽ നിന്നും പണം തട്ടിയിട്ടുണ്ടാക്കും, ഇതേപോലെ ദാരിദ്ര്യം പറഞ്ഞിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, നല്ലോണം ദാരിദ്ര്യം പറയാൻ കഴിവുള്ളവർക്ക് നല്ലോണം പണം തട്ടാനും പറ്റും. ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഞാൻ 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോവില്ലേ, 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോണം ഇവിടുന്ന്. അതെ, എന്തായി? റൂമിന്റെ പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുന്ന ജോ. എനിക്ക് എന്റെ നെജുമ സുന്ദരി അവരെക്കാളൊക്കെ. നീ മഹാറൊന്നും വേണ്ട, നീ ഒരു 10 ലക്ഷം രൂപ എനിക്കത് വേണ്ട, ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ എന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ, മെഹർ വാങ്ങാൻ പോലും ഇവന് ഇവളോട് ഇരക്കാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവന് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലും പല തവണകളായി പെണ്ണിന്റെ കയ്യിൽ നിന്നും ഇവന് പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ വാങ്ങിച്ചാണ് 65 ലക്ഷം റുപ്യ ആയത്. എന്നാലും ഇവന് പണം കൊടുത്ത് ഇവളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തിനടിസ്ഥാനത്തിലാണ് ഇത്രയും പണം അവൻ അയച്ചു കൊടുത്തത്? വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെ? ഇവ നല്ലോണം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ആ സൂചിപ്പിക്കൽ ഇവള് വീണ് പോയതാണ് സംഭവം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ബോധം വന്നത്. അപ്പോഴേക്ക് 65 ലക്ഷം റുപ്യ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പോലീസ് കേസ് ആയ സ്ഥിതിക്ക് കാര്യങ്ങൾ മുറ പോലെ നടക്കട്ടെ. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനുമോൾ ഏതൊരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട സമയത്ത് ഓളെ മീഡിയാസ് അനുമോളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷിയാസ് കരീമിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ. അന്നേരമുള്ള അനുമോളുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടോക്കാം. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇനാഗ്രേഷനല്ലേ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു ഇനാഗ്രേഷൻ വരുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളല്ലേ സംസാരിക്കാം. ആണ് ഒരു ഇനോഗ്രേഷൻ വരുമ്പോ അവിടുത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു പാവം പെണ്ണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ. എവിടെ പോയാലും എന്തിനെങ്കിലൊക്കെ കുറിച്ച് അഭിപ്രായം പറയുന്ന പെണ്ണാണ്. ഷിയാസ് കരീമിന് ഒരു വിഷയം വന്നപ്പോ മിണ്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് 1.5 ലക്ഷം രൂപ കൊടുത്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം അനുമോളെ. ഷിയാസ് കരീമിന് പറ്റിയ കൂട്ട് തന്നെ. ഇത്തരം ഒരു സാഹചര്യത്തിലും ഷിയാസ് കരീമിനെ തള്ളി പറയുന്നില്ലല്ലോ. നീയാണ് മോളെ ബെസ്റ്റ് ഫ്രണ്ട്. വെറുതെ അല്ല നിന്നെയൊക്കെ പെങ്ങളായിട്ട് ഷിയാസ് കരീമെ കൊണ്ട് നടക്കുന്നത്. അല്ലെ, ചിലപ്പോ അവൾക്കും കുറെ പണം ഷിയാസ് കരീമെ കൊടുക്കാനുണ്ടാവേ. അപ്പൊ ഈ സാഹചര്യത്തിൽ ഷിയാസ് കരീമിനെ തള്ളി പറഞ്ഞാണെങ്കിൽ അത് കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് മിണ്ടാതിരുന്നത് ആർക്കറിയാം. എന്തായാലും കഴിഞ്ഞില്ലേ കേട്ടോ. ഇനി അഖിൽ മാരാറും ഷിയാസ് കരീമും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. പണ്ട് അഖിൽ മാരാർ ഷിയാസ് കരീമിന്റെ ഉമ്മ ഷിയാസ് കരീമിനെ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. ആ സമയത്തുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയത്. പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ, ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ. നീ നാറുവേ, എന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ പരാതി പിടിപ്പിച്ചാൽ മതി. നീ അകത്താണേ. നിന്റെ ചെവുക്കല്ല അടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് നിന്റെ ആടിച്ചിന്റെ ചെവുക്കല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. അന്ന് അഖിൽമാരാർ പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കൈമ്പുണ്ടെന്ന് തോന്നിപ്പോവാണ്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അഖിൽമാരാർ തന്നെ രംഗത്ത് വന്ന് പറയട്ടെ. അല്ലെ, ഇങ്ങനെ പെരുമ്പാവൂരിൽ ഒരുപാട് ആളുകൾ ഇവൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പെണ്ണുങ്ങൾ ഇവൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരണം. പുറത്തു വരിക തന്നെ ചെയ്യണം. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയിപ്പോ അത് അഖിൽമാരാർ ആവേശത്തിന് പുറത്ത് പറഞ്ഞതാണെന്ന് ആർക്കറിയാം. അല്ലെ, പറഞ്ഞത് അഖിൽമാരാർ ആയതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ വിശ്വസിക്കാനും പറ്റൂല. കാരണം ആവേശത്തിന് പുറത്ത് വായ തോന്നി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമാണ് അഖിൽമാരാർക്കുള്ളത്. എന്തെന്നായാലും ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഷിയാസ് കരീമിന് ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരാനുണ്ട്. അത് പുറത്തു വരട്ടെ, പുറത്തു വരിക തന്നെ ചെയ്യണം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.